പ്രതിസന്ധികൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഓരോ ദിവസവും അതിൻ്റെ ഭീകരത ലോക മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്കും ചെറിയ പേടി തുടങ്ങിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. നിങ്ങളോട് വ്യക്തിപരമായി ചോദിച്ചാൽ നിങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട്. എൻ്റെ പാസ്റ്റർ ഇതെല്ലാം കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ അമ്പരപ്പില്ല എന്ന് പറയുന്നില്ല, ഒരു ശകലം അമ്പരപ്പുണ്ട് താനും. എന്താണ് അങ്ങനെ അമ്പരപ്പ് വരാനുള്ള കാര്യം? അത് ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അയ്യോ എത്ര ആളുകളാണ് മരിക്കുന്നേ, ഇതൊന്നും കുറഞ്ഞു വരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതാ അടുത്ത യൂണിഫോം ഇട്ട് അത് വീണ്ടും ശക്തിയോടെ പുറത്തേക്ക് വരികയാണ്. സ്തോത്രം. ഇത് തീരത്തില്ലേ? ഇതിങ്ങനെ പോവുകയാണോ? ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ലേ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഈ രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതന്നെ ദൈവമക്കൾക്ക് മാത്രം ഒരു ധൈര്യത്തിന് വക നൽകുന്ന കാര്യം എന്താ എന്നൊരു പക്ഷേ നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചേക്കാം. നോക്കൂ, എസക്കിയേലിന്റെ പ്രവചനം, മലയാളത്തിൽ എഹസ്കേൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ എസക്കിയേൽ. ഈ എസക്കിയേലിന്റെ പ്രവചനം 14-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതിൻ്റെ 12 മുതലുള്ള ഒറ്റ പാരഗ്രാഫ് താഴോട്ട് വായിക്കണം. 23 വരെയുള്ള വാക്യങ്ങൾ. 4 സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എസക്കിയേലോട് സംസാരിക്കുക. 3 പേരുടെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട്. 3 പേരുടെ പേര്. ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം, നോഹ. രണ്ടാമത്തെ ആള് ദാനിയേൽ. മൂന്നാമത്തെ ആള് ഇയ്യോബ്. ഇവരെ 3 പേരെയും ഒട്ടും മാറ്റി നിർത്തിക്കൊണ്ടല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇവരെ 3 പേരെയും ആ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുകയും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ആളുകളാണ്. അല്ലേ? ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഭയങ്കര ഡേഞ്ചർ വേടാ കേട്ടോ അത്. നമ്മൾ പലരെയും അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ അർത്ഥമാക്കുന്നത് മറ്റൊരു കാര്യമാണെങ്കിലും പക്ഷെ അതിൻ്റെ അർത്ഥവ്യാപ്തി ഭയങ്കര ഡേഞ്ചറാണ്. നോഹയെക്കുറിച്ചും ദാനിയേലിനെ കുറിച്ചും ഇയ്യോബിനെ കുറിച്ചും നമ്മോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ആ വാക്യത്തിലൂടെ സംസാരിക്കുക. ഞാനൊന്ന് വാക്ക് വായിച്ച് കേൾപ്പിക്കാം. എസെക്കിയേൽ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ 13 മനുഷ്യപുത്ര, നീ ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. വിശുദ്ധന്മാരായവർ അവിടെ ഉണ്ട്. അവര് സേഫാകും, അവര് സേഫാക്കിയിരിക്കും ദൈവം എന്നാണ് ആ വാക്യത്തിലൂടെ വ്യക്തമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് മുഴുവനും സർവനാശം വരുത്തിയാലും അല്ലേ, അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും ഒരുപോലെ നീക്കിക്കളയുന്ന ഒരു ഉന്മൂലനാശം വന്നാലും, സ്തോത്രം, നോഹയെ പോലുള്ളവർ, ദാനിയേലിനെ പോലുള്ളവർ, ഇയ്യോബിനെ പോലുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ, ആ ദേശത്തുണ്ടെങ്കിൽ, ആ വീട്ടിലുണ്ടെങ്കിൽ, ആ കമ്പനിയിലുണ്ടെങ്കിൽ, ആ സ്ഥലത്തുണ്ടെങ്കിൽ, ആ ജില്ലയിലുണ്ടെങ്കിൽ അവര് സേഫായിരിക്കും. അവര് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ വിശ്വസ്തയോടെ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു ദോഷം വരികയില്ല. പക്ഷേ ബാക്കിയുള്ളവനെല്ലാം ചത്തു തീർന്നാലും അവർക്കൊന്നും സംഭവിക്കില്ല എന്നാണ് പരിശുദ്ധാത്മാവിലൂടെ എസെക്കിയേലിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഇനി അത് 3 കാര്യങ്ങൾ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. താഴോട്ട് വായിക്കണം. സ്തോത്രം. ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പേര് പറയുക. സ്തോത്രം. ഇനി 17-ാം വാക്യത്തിൽ
ഞാൻ ദേശത്തിൽ വാൾ വരുത്തി വാളെ നീ ദേശത്തു കൂടി കടക്കുക എന്ന് കൽപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ അവരുടെ പേര് പറയുക. 19 വാക്യം, ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയുവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ പിന്നെ അവരുടെ പേര് പറയുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നോഹ ആരാന്ന് നിങ്ങൾക്കറിയാം. നോഹ ഒരു വല്ലാത്ത കാലത്ത് വല്ലാത്ത മനുഷ്യരുടെ നടുവിൽ, വൃത്തികെട്ട കുറെ ആളുകളുടെ നടുവിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, കൃപ ലഭിച്ചയോ നോഹ. സ്തോത്രം. ആ നോഹയ്ക്ക് ഒരു ദോഷവും സംഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. നോഹയെയും തന്റെ കുടുംബത്തെയും ദൈവം അത്ഭുതകരമായി ആ കുടുംബത്തെ മാത്രം ഭൂമിയിൽ ശേഷിപ്പിച്ചു നോക്കണം. പിന്നെ അല്ലേ ഒരു രാജ്യം. സ്തോത്രം. ദാനിയേൽ ഒട്ടും മോശമല്ല. ദാനിയേലിന്റെ ലൈഫ് പഠിച്ചു നോക്ക്. ചെറുപ്പം മുതൽ ദൈവിക വിഷയങ്ങളിൽ ഭക്തിയോടും വേർപാടോടും വിശുദ്ധിയോടും രാജാവിന്റെ ഭോജനം പോലും എന്റെ വിശുദ്ധിക്ക് ഓട്ടം വരുത്തുന്നതാണ് തിരിച്ചറിഞ്ഞ ദാനിയേല് അതുവരെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രതിസന്ധി കടന്നു വന്നു. അവിടെ ഒന്നും ദാനിയേലിന്റെ രോമത്തെ തൊടാൻ പോലും രാജ്യത്തിനോ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കോ ഒന്നിനും കഴിഞ്ഞില്ല. സ്തോത്രം. ആ കാലഘട്ടം എന്ന് പറയുമ്പം ആമേ സ്വതന്ത്രം, നമ്മൾ ഈ പ്രസംഗിക്കുന്ന 2 വർഷത്തെ കാലഘട്ടം അല്ല കേട്ടോ കാലഘട്ടം. ആമേൻ. ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് തുടങ്ങുന്ന പോലെ അവന്റെ അവസാനം എന്റെ തീരുന്നോളം വരെയുള്ള അവന്റെ ഒരു കാലഘട്ടം. അത് നമുക്ക് വേണേൽ ആ കാലഘട്ടത്തെ പല ഭാഗമായിട്ട് വിഭജിക്കാം. പക്ഷേ നോഹ എന്നൊരു പേര് പറയുമ്പം ആ പേര് തുടങ്ങുന്ന സമയം മുതൽ ആ പേര് തീരുന്നെന്ന് പറഞ്ഞ നോഹ മരിക്കുന്ന സമയം വരെയുള്ള നോഹയുടെ ആ ഒരു കാലഘട്ടം ഭക്തനായി വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന് വേണ്ടി നിലനിന്ന ഒരു മനുഷ്യനായിരുന്നു നോഹ. സ്തോത്രം. അതുപോലെ നിലനിന്ന മനുഷ്യനാ ദാനിയേല്. 3-ാമത്തെ വ്യക്തി ഇയ്യോബ്. പഠിച്ചു നോക്ക്. ഇയ്യോബിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഇയ്യോബിനെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിയാൽ മക്കൾ മുഴുവനും ശവപ്പെട്ടിക്കകത്ത് കയറിയിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത, മുറുമുറുക്കാത്ത, ദൈവത്തിനെതിരെ ദൂഷണം പറയാത്ത, ദൈവത്തിനെതിരെ ആമൻ കമാന്ന അക്ഷരം മിണ്ടാത്ത ആ കാലഘട്ടത്തിൽ സ്തോത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടം എന്ന് പറയുന്നത് പ്രസംഗിക്കാൻ തുടങ്ങിയ 2 വർഷത്തെ കാലഘട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചത്തെ ഗ്യാപ്പാ ഈ നമ്മുടെ കാലഘട്ടത്തിന്റെ ഗ്യാപ്പ്. നമ്മൾ നിർണയിച്ചിരിക്കുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് 2 ആഴ്ച. ഇപ്പം നല്ല ശക്തമായി ദൈവം ഉപയോഗിക്കുന്നത് അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന്. സ്വത്രം. ദാനിയേൽ നീലഗിരിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച 1977 മുതൽ ഈ സമയം വരെ അല്ല, ഞാൻ എൻ്റെ മരണം വരെ, അതാണ് എൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു പറയുമ്പോൾ എൻ്റെ ലൈഫ് നോക്കണം, എൻ്റെ ജീവിതം നോക്കണം, എൻ്റെ സ്വതന്ത്ര വേർപാട് നോക്കണം, വിശുദ്ധി നോക്കണം, എൻ്റെ എല്ലാ ഇടപാടും നോക്കണം, എൻ്റെ ദൈവവുമായിട്ടുള്ള ഇടപാട് നോക്കണം, എൻ്റെ മനുഷ്യരോടുള്ള ഇടപാട് നോക്കണം, എൻ്റെ ഗവൺമെന്റിനോടുള്ള ഇടപാട് നോക്കണം. സകലവും പരിശോധിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഞാനൊരു 10 പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിന്റെ മണ്ടലോട്ട് എന്നെ പിടിച്ചിടരുത്. സ്തോത്രം. എൻ്റെ കാലഘട്ടം നിങ്ങൾ പറയുമ്പോൾ എൻ്റെ വിശുദ്ധിയും വേർപാടും ദൈവത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയും ദൈവവചനത്തോടുള്ള എൻ്റെ വിശ്വസ്തതയും ഒക്കെ നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് ഈ കാലഘട്ടം നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എൻ്റെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് പറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, നോഹയുടെ കാലഘട്ടം നമുക്ക് പറയാം, ദാനിയേലിന്റെ കാലഘട്ടം എന്ന് പറയാം, ഇയ്യോബിന്റെ കാലഘട്ടം എന്ന് പറയാം. കാരണം അതുപോലെ ജീവിച്ചവരാ അവരെല്ലാം. ആ സമയത്തും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അവർക്ക് സംവിധാനവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് വെച്ച് മാറി നിന്നവനാ ദാനിയേൽ. സ്തോത്രം. എന്നിട്ട് പറയുക, അവര് ഞാൻ ഈ വരുത്തുന്ന നാശത്തിന്റെ അകത്ത് അവർ ജീവിച്ചാലും അവർക്കൊന്നും പറ്റിയല്ല, അവർക്കിതൊന്നും ഒരു ഏക്കിയല്ല. അവര് സേഫായിരിക്കും, അവര് ദൈവത്തിന്റെ കൃപയാൽ സേഫായിരിക്കും. ബാക്കി മൊത്തം ചത്തു മാറിയാലും അവൻ ജീവനോടിരിക്കും എന്നാ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നീ ജനിച്ച സമയം മുതൽ
ദൈവത്തെ അറിഞ്ഞ് നടന്ന സമയം മുതൽ, അത് കൂട്ടിക്കോ, ബാക്കി പഴയത് കളഞ്ഞേര്. ദൈവത്തെ അറിഞ്ഞ സമയം മുതൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച സമയം മുതൽ, വിശുദ്ധിയോടെ വേർപാടോടെ ആമേൻ ദൈവികമായ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായി ആത്മനിറവിൽ നീ ജീവിക്കുന്നെങ്കിൽ ഒരു ചെകുത്താനും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഒരു നാശത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ സേഫായിരിക്കും, നിന്റെ മക്കൾ സേഫായിരിക്കും. അത് നീ ഏത് രാജ്യത്തായാലും പ്രശ്നമില്ല, നീ ആമേൻ സ്വത്രം മഹാമാരിയുടെ നടുവിലായാലും പ്രശ്നമില്ല. നിന്നെ അത് തൊടിയരുന്നേ, തൊടത്തില്ല. അതാ അവിടെ പറഞ്ഞ് 4 പ്രാവശ്യം എടുത്തെടുത്താ പറഞ്ഞ്. സ്തോത്രം. ഇന്ന് രാവിലെ അതുകൊണ്ട് പേടിക്കണ്ട. പേടിയുണ്ടോ? പേടിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണടച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വാത്സല്യ സഹോദരനോട് സൗകര്യക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിലെ ഭയം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിശുദ്ധി കാക്കാൻ, ഇങ്ങനെയുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവെ വിശുദ്ധി സൂക്ഷിക്കാൻ, ആമേൻ ദൈവവചനവുമായി അടുക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ഭക്തി വിശ്വാസം മുറുകെ പിടിക്കാൻ, അതാണ് ഇതിൽ നിന്ന് ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് തിരിച്ചറിയാൻ ഇന്ന് രാവിലെ അവർ കൂടുതൽ കൃപയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നോഹ, ദാനിയേൽ, ഇയ്യോബ് കൂട്ടത്തിൽ നിങ്ങളുടെ പേരും കൂടി ചേർത്തു കേട്ടോ. അവർക്കൊരു ദോഷവും വരികയില്ല. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.